ഹായ്, ഇന്ന് മുരുക ഭഗവാന് ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ചാനലിലൂടെ ഒരുപാട് വീഡിയോസിലും ഒരുപാട് വഴിപാടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന് പരിഹരിക്കപ്പെടുന്ന ഏത് വഴിപാടുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എല്ലാം ഒന്നിനൊന്നിന് മെച്ചമായിട്ടുള്ള വഴിപാടുകളാണ് പറയുന്നത്. എല്ലാം 100% വിജയം തരുന്ന വഴിപാടുകളാണ്. ഇതൊന്നും മുടക്കം കൂടരുതെന്നേ ഉള്ളൂ. നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങ് ഒത്തിരി അങ്ങ് ചെയ്യുക. എല്ലാ മാസവും മുടങ്ങാതെ ചെയ്യുക. ദിവസങ്ങളാണെങ്കിൽ ഇപ്പോൾ വെള്ളിയാഴ്ചത്തെ കാര്യമാണ് പറയുന്നത്. ഈ തുടർന്ന് വരുന്ന വെള്ളിയാഴ്ചകളിൽ ആവർത്തിക്കുക. ആവർത്തിച്ച് ചെയ്യുമ്പോഴാണ് ഭഗവാൻ ഇത് നമ്മൾക്ക് അനുഗ്രഹിക്കുന്നത്. അല്ല ഒരു ദിവസം ചെയ്ത് പിറ്റേന്ന് രാവിലെ റിസൾട്ട് വേണമെന്നും പറഞ്ഞിരുന്ന കാര്യങ്ങൾ നടക്കത്തില്ല. നമ്മളുടെ ജീവിതത്തിൽ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കും. കൃഷിയിടങ്ങളിൽ കള വരുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ്സും വരാറുണ്ട്. അപ്പോൾ കള വരുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് അതെടുത്ത് കളയാറുണ്ട്. അതുപോലെ നെഗറ്റീവ്സിനെ അകറ്റി നിർത്തുക. നമ്മളെപ്പോഴും നല്ല മനസ്സോടുകൂടി ശുദ്ധ മനസ്സോടുകൂടി വേണം ജീവിക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അർച്ചനകളും പ്രാർത്ഥനകളും എല്ലാം വൻ വിജയമായി പെട്ടെന്ന് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ മറ്റുള്ളവരുടെ ഒരു കാര്യത്തിലും നമ്മളിങ്ങനെ കുശുമ്പ് വിചാരിക്കുക, അസൂയ വിചാരിക്കുക ഒന്നും ചെയ്യരുത്. നമ്മളെക്കൊണ്ട് എന്ത് സഹായം ചെയ്യാനാവും അത് നമ്മൾ ചെയ്തു കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഗുണവും പറയാൻ വേണ്ട ദോഷവും പറയാൻ വേണ്ട. നമ്മൾ ദൈവമേ എന്ന് വിചാരിച്ച് ദൈവത്തിനോട് പറയുക, പ്രാർത്ഥിക്കുക, അവർക്ക് നന്മ വരണേ ഭഗവാനേന്ന്. അല്ലാതെ നമ്മൾ ആർക്കും വേണ്ടി ആരുടെയും കുറ്റവും കുറവും ഒന്നും പറയാൻ പോകരുത്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, മനോധൈര്യം കൊടുക്കുക, മനസ്സിന് ധൈര്യം കൊടുക്കുക അവർക്ക്. എന്നിട്ട് ദൈവത്തിനെ വിളിക്കാൻ പറയുക. അതല്ലാതെ മറ്റുള്ളവരുടെ ഒരു വീഴ്ചയിൽ നമ്മൾ സന്തോഷിക്കുകയും ചെയ്യരുത്. അവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടുകയും ചെയ്യരുത്. അവരുടെ വിജയം നമ്മുടെ വിജയമായിട്ട് തന്നെ കരുതുക. അവർക്കൊരു പ്രശ്നം വന്നാൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മളെന്തെങ്കിലും ചെയ്തു കൊടുക്കുക. അത് ഞാൻ ഇത്രയും പറഞ്ഞെന്നേ ഉള്ളൂ. ഇത്രയും കൂടെ ചെയ്ത് മനഃശുദ്ധിയോടുകൂടി ഇരുന്ന് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ മുരുക ഭഗവാന് ചെയ്യേണ്ട വഴിപാടുകൾ എന്താണെന്ന് വെച്ചാൽ, മാസത്തിൽ ഒരു ചൊവ്വാഴ്ച, നിങ്ങൾക്ക് പറ്റുന്ന ഒരു ചൊവ്വാഴ്ച, ആദ്യ ചൊവ്വാഴ്ചയോ മൂന്നാമത്തെ ചൊവ്വാഴ്ചയോ, അതല്ല ഷഷ്ഠിവ്രതത്തോടു കൂടി വരുന്ന ചൊവ്വാഴ്ചയോ എടുക്കാം. അന്ന് നിങ്ങൾ മുരുകക്ഷേത്രത്തിൽ പോയി നിങ്ങളുടെ വീടിനടുത്തുള്ളതോ പ്രധാന പ്രതിഷ്ഠയായാലും ഉപപ്രതിഷ്ഠയായിട്ടിരിക്കുന്ന മുരുകക്ഷേത്രത്തിൽ പോയി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സ്കന്ദകവചം, പുഷ്പാഞ്ജലിയും ഒരു കുമാരസൂക്തവും കൂടി ചെയ്യുക. ഇത് രണ്ടും നിങ്ങളുടെ നാളും പേരും പറഞ്ഞ് ചെയ്യണം. പിന്നെ ഒരു പഞ്ചാമൃത അഭിഷേകം ചെയ്യണം. ഒരു നാരങ്ങാമാല, ഒരു വെറ്റയ്ക്കകത്ത് ഒരു നാരങ്ങയും ഒരു വെള്ളി രൂപയും, ഒരു രൂപയുടെ ഒരു വെള്ളി രൂപയുണ്ടല്ലോ, അതും കൂടെ വെച്ച് സമർപ്പിച്ചാലും ഭഗവാൻ സ്വീകരിക്കും. ഭഗവാൻ ഇനി എന്ത് അർച്ചന ചെയ്താലും ഭഗവാൻ സ്വീകരിക്കും. ഭഗവാൻ അത്രയ്ക്ക് മനസ്സലിവുള്ളൊരു ഭഗവാനാണ്. നമുക്ക് തന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള സൗഭാഗ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ തരുന്നത്. അപ്പോൾ കുമാരസൂക്തം, സ്കന്ദകവചം, ഒരു പഞ്ചാമൃതം, ഒരു നാരങ്ങാമാല, ഒരു വെറ്റയ്ക്കകത്ത് ഒരു നാരങ്ങയും ഒരു വെള്ളി രൂപയും കൂടെ വെച്ചും സമർപ്പിക്കുക. 6 പ്രദക്ഷിണം വെക്കണം. 6 പ്രദക്ഷിണത്തിനോടൊപ്പം തന്നെ ഓം ശരവണ ഭവായ നമ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് വേണം നമ്മൾ വലം വയ്ക്കേണ്ടത്. നമ്മളത് എപ്പോഴും നമ്മൾ വിളക്ക് വെക്കുന്ന സമയത്ത് ഓം ശരവണ ഭവായ നമ എന്നുള്ള മന്ത്രം 12 തവണ ജപിക്കുകയാണ്. മുരുകാന്ന് മനസ്സർപ്പിച്ച് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ കൂടെ ഉണ്ടാകും. നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് പ്രതിസന്ധിയാണെങ്കിലും ഭഗവാൻ അതൊരു നിവൃത്തി ഉണ്ടാക്കി തരും. ഭഗവാൻ വൻ വിജയം, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വൻ വിജയം ഉണ്ടാക്കി തരും. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.